ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും നാഷണൽ ഹെൽത്ത് മിഷൻ തമിഴ്നാട്ടിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതും. ഇതൊരു അഡ്വൈസർ പോസ്റ്റാണ്. ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ വേണ്ടി നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷനും അതിനകത്ത് ആവശ്യമാണെന്ന് പറയുന്നത്. സോ നിങ്ങൾ മെഡിക്കൽ ഗ്രാജുവേറ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റും എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അതിന് പറയുന്ന ഫീൽഡ് ഇവിടെ പറയുന്നുണ്ട്: പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ആൻഡ് സോഷ്യൽ മെഡിസിൻ, ഹെൽത്ത് മാനേജ്മെന്റ്, പബ്ലിക് പോളിസി ഓർ ഈക്വലന്റ്. സോ ഈ പറഞ്ഞതിൽ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മെഡിക്കൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിന് 10 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് 60 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ 11 മാസമാണ് നിങ്ങളുടെ പീരീഡ് ഓഫ് ടെൻഡർ വരുന്നത്. സോ നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അവർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സോ റെമുനറേഷൻ വരുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, സീനിയോറിറ്റി ബേസിസിലായിരിക്കും നിങ്ങളുടെ റെമുനറേഷൻ കൂടുന്നതെന്ന് അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക. സോ ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അഡ്വൈസർ നോളജ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ചെന്നൈ, തമിഴ്നാട്ടിലേക്കാണ് അഡ്വൈസർ നോളജ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും. സോ ക്വാളിഫിക്കേഷൻ നോക്കാം: മെഡിക്കൽ ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻസും വേണം. പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, ഹെൽത്ത് മാനേജ്മെന്റ്, പബ്ലിക് പോളിസിയിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 10 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, 10 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് ഹെൽത്ത്, ഹെൽത്ത് സിസ്റ്റം റിസർച്ച്, പോളിസി അനാലിസിസ് ആൻഡ് നോളജ് മാനേജ്മെന്റ് ഓർ പ്രോഗ്രാം ഇവാലുവേഷൻ. മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പീരീഡ് ഓഫ് ടെൻഡർ വരുന്നത് 11 മാസമാണ്. പെർഫോമൻസിനെ ബേസ് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യും. നിങ്ങൾക്ക് റെമുനറേഷൻ സാലറി ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സീനിയോറിറ്റി, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സാലറി കൂടുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.